നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ ഓർമ്മകളോട് പോലും ഇന്ന് ഉമ്മഷമിക്ക് ഭയമാണ്. റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബന്ധുക്കളെ ഉറ്റവരെ കാണാനാകാത്ത വേദനയിൽ കഴിയുകയാണ് ഷമി. ഏകദേശം 1.5 മാസത്തിന് അടുത്തിരിക്കുന്നു. തലയിലെ മുറിവും സ്റ്റിച്ചുമൊക്കെയായിട്ട് തന്റെ സങ്കടങ്ങൾ ആരോടും പറയാൻ കഴിയാതെ ഒറ്റപ്പെട്ടാണ് ഈ ഷമി ഇപ്പൊ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഷമി ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും ഉറ്റവരിൽ നിന്നും ഒക്കെ ഒളിപ്പിച്ചു വെച്ചത് തനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നുള്ളൊരു വിഷയമാണ്. ഇത്രത്തോളം കടങ്ങളിലേക്ക് ഷമി എത്തപ്പെട്ടത് എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ഷമി ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലിനോട് പങ്കുവച്ചിരിക്കുകയാണ്. അതായത് തങ്ങൾ പുതുതായി നിർമ്മിച്ച വീടിന്റെ ലോൺ എടുത്തു വെച്ച വീടിന്റെ പലിശ ഇനത്തിൽ കൂടിയ കടവും പിന്നെ ഈ ക്യാൻസറിന്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ടാണ് ഈ ലക്ഷങ്ങളുടെ കടം വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഷമി ഒരു യൂട്യൂബ് ചാനലോട് തുറന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അതെ, തീർച്ചയായിട്ടും. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ എല്ലാവരും ചോദിക്കുന്നത് ഇത്രയധികം സാമ്പത്തിക ബാധ്യത വരാൻ എന്താണ് ചെയ്തത്? അഫാന്റെ ആർഭാട ജീവിതം എന്ന് പറയുന്നുണ്ടായിരുന്നു, ഷമിയുടെ ആർഭാട ജീവിതം എന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ആരാണ് ഇവിടെ കുറ്റക്കാർ? ഇത്രയും കടം വരുത്തി വെച്ചത് ആരാണ്? ഇത്രയും കടത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? ഇതൊക്കെ വലിയൊരു ചോദ്യമായിരുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഏതാണ്ട് ഒരു ഉത്തരമാണ് ഷമി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് ക്യാൻസർ ഉണ്ടായിരുന്നു, ക്യാൻസർ പേഷ്യന്റ് ആണ് എന്ന കാര്യം നമുക്കറിയാം. പലപ്പോഴും സംശയം ഉന്നയിച്ചത് ഈ ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് എത്രമാത്രം പണമാകുമെന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണോ ഈ ഇത്രയും കടം വരാൻ അതും ഒരു കാരണമായോ എന്ന ചോദ്യമൊക്കെ ഉയർന്നത്. പക്ഷെ ഒരിക്കൽ പോലും റഹീമോ അതുപോലെ തന്നെ അഫാനോ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കടം വാങ്ങി അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി പണം വാങ്ങുമ്പോൾ കടം കയറി ആ രീതിയിൽ ഒരു പ്രതികരണം രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ആ വഴിക്ക് പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഷെമീന ഒരു ചാനലിനോട് പ്രതികരിച്ചിരിക്കുന്നത് തനിക്ക് ഈ ക്യാൻസർ ഉണ്ട്, അതിന്റെ ചികിത്സാർത്ഥം ഒരുപാട് പണം കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്, അത് മാത്രമല്ല വീട് വെച്ചതിന്റെ കുറെ കടം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോ ഒരു പുതിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പുതിയതായിട്ട് ഷെമീന പറയുന്നത്. കടം വരാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കടം വാങ്ങി എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കണ്ടു ആദ്യമൊക്കെ അഫാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ ഷെമിയുടെ മൊഴിയൊക്കെ പുറത്തു വന്നിരുന്നു. അത് എന്തുകൊണ്ടാണ് ഷെമിക്ക് പറയേണ്ടി വന്നതെന്നും ഈ ഒരു യൂട്യൂബ് ചാനലിനോട് ഷെമി വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ആദ്യമൊക്കെ ഷമി വിചാരിച്ചു വെച്ചിരുന്നത് തന്നെ മാത്രമേ അഫാൻ ഉപദ്രവിച്ചിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും തന്റെ മകനെ പോലീസിലേക്ക് ഏൽപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കാതിരിക്കാൻ താൻ ഇങ്ങനെ ഒരു കളവ് പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്നാണ് ഷമി വിചാരിച്ചിരുന്നത്. അതിന് പ്രകാരമാണ് ഷമി ഇത് പറഞ്ഞത്. ഷമിക്ക് ആ സമയം അറിയില്ല തന്റെ കുഞ്ഞുമോനെയും ഈ പറഞ്ഞ ഭർത്താവിന്റെ ഉമ്മയെയും സഹോദരനെയും ഭാര്യയെയും കാമുകിനെയും ഒക്കെ കൊലപ്പെടുത്തിയിട്ടാണ് മകൻ ഇവിടെ ജയിലിൽ കഴിയുന്നതെന്നും ഷമിക്ക് അറിയില്ലായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ഷമി പറഞ്ഞത് താൻ കട്ടിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്കേറ്റത്, തന്നെ മകനൊന്നും ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച, അതായത് ഈ ഒരു ട്രീറ്റ്മെന്റിൽ നിന്ന് കുറച്ച് റിക്കവറായി വന്ന ടൈമിലാണ് ഓരോ ഘട്ടമായിട്ട് ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്നും ഇതാരാണ് ചെയ്തതെന്നുള്ള വിഷയമൊക്കെ ഷമീനെ കുടുംബം അറിയിക്കുന്നത്, റഹീം ഉൾപ്പെടെ അറിയിക്കുന്നത്. ഈ അവസരത്തിലാണ് ആ സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം മകനെതിരെ മൊഴി നൽകാനായി ഈ ഷമീന തയ്യാറായത്. ഇതൊക്കെ ഷമി ഈ യൂട്യൂബ് ചാനൽ തുറന്നു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് താൻ അത്തരത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തത്? കാരണം തന്റെ നെറ്റിയിലെ മുറിവൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആക്രമിച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ പറയേണ്ടി വന്നതെന്നാണ് ഷമി ഇപ്പൊ പറയുന്നത്. പക്ഷെ മകനെ കാണാൻ റഹീം ആദ്യമൊക്കെ എടുത്ത നിലപാട് ഒരിക്കലും ഇനി മകനുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല, മകനെ തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, മകനെ തനിക്ക് ഇനി കാണണ്ട എന്ന് തന്നെയാണ് റഹീം പറഞ്ഞിരുന്നത്. അതേ പാതയിൽ തന്നെയാണ് ഇപ്പോൾ ഷമീനെ എത്തി നിൽക്കുന്നത്. തനിക്ക് മകനെ കാണാനോ അവന്റെ കാര്യങ്ങളൊന്നും അറിയാനോ തനിക്ക് താല്പര്യമില്ല, പക്ഷേ ഒരിക്കൽ കാണണം. അത് എന്തിനാണ് എന്റെ കൊച്ചുമകനെ അടക്കം ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതെന്ന് തനിക്ക് അറിയണമെന്ന് തന്നെയാണ് ഷമി ഇപ്പോൾ പറയുന്നത്. ആ ഉമ്മ ഭയങ്കര സങ്കടത്തിലാണ് എന്താ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കഴിയുന്നത്. കാരണം ഈ ഒരു വിഷയത്തിന് ശേഷം ഏകദേശം 1.5 മാസമായി അവിടെ ഈ പറയുന്ന ചികിത്സാർത്ഥം ഒപ്പം നിൽക്കുന്ന പരിചരിക്കുന്നവരെ അല്ലാതെ, റഹീമിനെ അല്ലാതെ വേറെ ഒരു മനുഷ്യരെയും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ സങ്കടങ്ങളൊക്കെ അവർക്ക് തുറന്ന് പറയണം എന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവരുടെ, അതായത് ഷമിയുടെ കുടുംബത്തെ ആയിരുന്നാലും റഹീമിന്റെ കുടുംബത്തെ ആയിരുന്നാലും അയൽവാസികളായി കഴിഞ്ഞവർ ആരായിരുന്നാലും തന്നെ അത്തരത്തിലൊന്നും ഷമിയെ കാണാനോ അവരോട് സംസാരിക്കാനോ പള്ളിയിലുള്ളവരായിരുന്നാലും ശരി അത്തരത്തിൽ ആരും തന്നെ മുതിർന്നിട്ടില്ലെന്നാണ് ഷമി പറയുന്നത്. അത്തരത്തിൽ അവർക്ക് ഭയങ്കരമായ സങ്കടമുണ്ട്. അതായത് റഹീമും താനും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് തന്റെ സങ്കടം പോലും ഒന്ന് തുറന്നു പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അത്തരത്തിൽ മകൻ ചെയ്ത പാതകത്തിന് വേണ്ടിയിട്ട്
ഇപ്പൊ ഈ ഉമ്മയും ആ വാപ്പയും അത്രത്തോളം വേദന തീ തിന്ന് കഴിയുകയാണ് അവര്. എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട് കഴിഞ്ഞു. റഹീമിന്റെ അവസ്ഥ നമുക്കറിയാം. പാങ്ങോട്ട് ഉമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിയുന്നത്. അവരുടെ സഹോദരങ്ങളുടെയും പള്ളിയുടെയും ഒക്കെ കാരണത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഷമി ഒറ്റപ്പെട്ട് ഈ സെന്ററിൽ കഴിയുന്നു. വേറെ ആരെയും കാണാനാവുന്നില്ല. തനിക്ക് എന്താണ് അന്ന് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എന്താണ് ഈ കാരണമെന്നോ ഒന്നും ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞൊന്ന് കരയാൻ പോലും കഴിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് തന്നെ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് ഷമി പറയുന്നുണ്ട്. മാത്രമല്ല വീട് വെച്ച് മാറിയതോടെ ക്യാൻസർ രോഗിയാ. ഈ വീട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ രോഗം ഷമിയെ പിടിമുറുക്കുന്നത്. പിന്നാലെ സർജറി കഴിയുന്നു. ഈ ഒരു കാര്യം അയൽക്കാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ആർക്കും തന്നെ അധികം അറിയില്ല എന്നാണ് ഷമി പറയുന്നത്. അന്ന് മുതൽ തന്നെ ചികിത്സ എടുക്കുന്നുണ്ട്. ഇതിനായി തന്നെ ഒരു തുക ആയിട്ടുണ്ട് എന്നും ഷമി പറയുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സങ്കടങ്ങളൊന്നും ആരോടെങ്കിലും പറഞ്ഞു പൊട്ടിക്കരയാൻ പോലും ആകാത്ത ഒരു അവസ്ഥയിലാണ് അമ്മ ആയിരിക്കുന്നത്. എന്തായാലും അത്രയും വലിയൊരു ക്രൂരത നേരിട്ടിട്ടും ഇത്രയും സംസാരിക്കാവുന്ന രീതിയിലേക്ക് ആ ഉമ്മ എത്തിയെന്നത് തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെ, ഈ ഷമി പറയുന്നുണ്ട് ഒരിക്കലും ഇവര് ധാരാളിത്തം കാണിച്ചു വന്ന കടങ്ങളൊന്നുമല്ല. ഇവരൊരു വസ്ത്രം എടുത്തിട്ട് പോലും 2 വർഷമായി എന്നാണ് അവർ പറയുന്നത്. അപ്പോ അത്തരത്തിൽ ധാരാളിത്തം കാണിച്ചു വന്ന കടങ്ങളൊന്നുമല്ല ഇത്. ഈ കടങ്ങൾ മൊത്തം വന്നത് ഈ പുതിയ വീട് വെച്ചതിന്റെ ലോൺ എടുത്തിരുന്നു. ആ ലോൺ അടയ്ക്കാൻ വൈകിയതിന്റെ പേരിൽ പലിശ കൂടിയിരുന്നു. ഇത്തരത്തിൽ ആ പലിശ അവിടെ കിടന്നാണ് വീണ്ടും കൂടി കൂടി വന്നത്. അപ്പൊ ഇതൊക്കെ അടയ്ക്കാനായി പലരിൽ നിന്ന് കടം വാങ്ങുന്നു, ചികിത്സാർത്ഥം പലരിൽ നിന്ന് കടം വാങ്ങുന്നു. ഇത്തരത്തിലാണ് കടങ്ങൾ വന്നത്. ഷമി പറയുന്നുണ്ട് തന്റെ മകനെ ഇന്നവരെ ഒരു ഈർക്കിൽ കൊണ്ടുപോലും താൻ നോവിച്ചിട്ടില്ല. താൻ പറയുന്നതിനപ്പുറം മകൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ അത്തരത്തിലൊന്നും ഒരു കാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ അഫാൻ എന്തുകൊണ്ട് പെട്ടെന്നുള്ള ആ ഒരു ഇതിൽ ഇത്രയും പേരെ കൊലപ്പെടുത്തി എന്നുള്ളത് തനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ കഴിയുന്നില്ലെന്നാണ് ആ ഉമ്മ പറയുന്നത്. നഖം പോലും താനാണ് വെട്ടിക്കൊടുക്കുന്നത്. കാരണം നഖമൊക്കെ സ്വന്തമായിട്ട് വെട്ടുമ്പോൾ ശരീരമൊക്കെ പെരുത്തു കയറുമെന്നാണ് ഷമി പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യത്തിലും അത്രത്തോളം സ്നേഹിച്ചു വളർത്തിയ അഫാൻ ഇത്തരത്തിലൊരു കൊലപാതകയായി മാറിയത് ഒട്ടും ഷമിക്ക് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഷമിക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ആ കുഞ്ഞുമകനെ പോലും കൊലപ്പെടുത്തിയതെന്നാണ് ഷമിക്ക് അറിയേണ്ടത്. മാത്രമല്ല ഈ ലോൺ എല്ലാം എടുത്തത് ഞാനാണ് എന്നും ഷമീന പറയുന്നുണ്ട്. അഫാന് പറയത്തക്ക കട ഉണ്ടായിരുന്നില്ല എന്നും ഷമീന പറയുന്നുണ്ട്. അപ്പോ ലോൺ എല്ലാം എടുത്തത് ഉമ്മയാണ് എന്നാണ് ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഉമ്മ വെളിപ്പെടുത്തിയത്. അതെ, നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോൺ ആപ്പിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഗെയിം കളിക്കുന്ന ഒരു ശീലം അഫാൻ ഉണ്ടായിരുന്നു. അതായത് ഈ എടുക്കുന്ന പൈസ മൊത്തവും ഈ അഫാൻ ഇത്തരം ഗെയിമുകൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെലവാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഷമീന എടുത്തു പറയുന്നത് തന്റെ ലോൺ, അതായത് ഈ വീടിന്റേതായിരുന്നാലും പിന്നെ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള കടം, ഇത്തരത്തിലുള്ള കടങ്ങൾ മാത്രമേ തനിക്ക് അറിയാവുള്ളൂ. മറ്റേ അതല്ലാതെ ഇതിനു മുന്നേ വന്ന് പറഞ്ഞിരുന്നത് അഫാൻ ഗെയിം കളിക്കുമായിരുന്നു, ഇതിനു വേണ്ടിയിട്ട് മാത്രം ആപ്പ് ലോണിൽ നിന്ന് പൈസ എടുക്കുമായിരുന്നു. അതിന്റെ പേരിലാണ് ഈ നിർത്താതെ ഫോൺ കോളുകൾ വരികയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. പിന്നെ അത് മാത്രമല്ലാതെ ഈ ലോൺ, അതായത് വീടിന്റെ ലോൺ അടയ്ക്കാൻ വൈകിയത് കൊണ്ട് തന്നെ അവിടെ നിന്നും ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് വന്നിരുന്നു. ഇത്തരത്തിൽ അയാൾ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിർത്തി നിങ്ങളുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രകോപനം വന്നപ്പോൾ അഫാൻ ഇയാളെ മർദ്ദിക്കാനായി തുനിയുന്നുണ്ട്. ഇതൊക്കെ ഷെമി ഇടപെട്ടാണ് ഒഴിവാക്കി വിട്ടത്. ഈ സംഭവം നടക്കുന്ന ദിവസം ഷെമിക്ക് എന്തോ കലർത്തി നൽകിയെന്ന് ഈ ഷെമീന പറയുന്നുണ്ട്. അതായത് ചായമായിട്ട് പ്ലാനിങ്ങോടെ ആയിരുന്നു. അതായത് ആക്രമിക്കപ്പെടുന്നതിന് മുൻപേ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു ഷെമിക്ക്. പിന്നീട് ചെയ്തത് എന്താണെന്നോ നടന്നത് എന്താണെന്നോ ഒന്നും കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ കേസിൽ ഏക സാക്ഷി കൂടിയാണ് ഷെമി. ഈ കടബാധ്യത ഉണ്ടായിരുന്നത് തനിക്കാണ്, ലോണെല്ലാം എടുത്തത് ഞാനാണ്, 25 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായിരുന്നത്, അഫാന് പറയത്തക്ക കടമുണ്ടായിരുന്നില്ല, കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ സംഭവ ദിവസം ബന്ധുക്കളുടെ അടുത്ത് നിന്ന് പണം വാങ്ങാൻ താനും അഫാനും ഒപ്പമാണ് പോയത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതെ, പറയുന്നുണ്ട് അവനെ എനിക്കിനി കാണണ്ട, 2 മക്കളെ എനിക്ക് നഷ്ടമായില്ലേ. മകനേൽപ്പിച്ച മുറിവുകളൊക്കെ പതിയെ ഉണങ്ങി വരികയാണ് ആ ഉമ്മയ്ക്ക്. പക്ഷെ എങ്കിൽ പോലും തന്റെ സങ്കടങ്ങൾ പറഞ്ഞൊന്ന് പൊട്ടിക്കരയാൻ പോലും അരികിൽ ആരുമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് എത്രയെന്ന് വെച്ചിട്ട് ഒരു മുറിക്കുള്ളിൽ തന്നെ അടഞ്ഞിരുന്ന് മറ്റാരെയും കാണാനാകാതെ നമുക്ക് എത്ര കാലം നമുക്ക് ഇരിക്കാൻ പറ്റും. ആ ഉമ്മ 1.5 മാസമായിട്ട് ഉറ്റവരെ ആരെയും തന്നെ കാണാൻ കഴിയാതെ അത്രത്തോളം വേദന തീ തിന്നുകൊണ്ട്, അതായത് 2 മക്കളും ഇന്നില്ല. 2 മക്കളെന്ന് മാത്രമല്ല എല്ലാവരാലും ഒറ്റപ്പെട്ട് റഹീം ഒരു വഴിയിലാണ്, ഷെമീന ഒരു വഴിയിലാണ്, മകൻ ജയിലിലാണ്.
അപ്പോൾ എല്ലാ തരത്തിലും ഒരു തനിക്ക് കരുതലാകേണ്ടവർ ആരും തന്നെ കൂടെ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഷെമീന മുന്നോട്ട് പോകുന്നത്. ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ചോദ്യചിഹ്നം പേറിയാണ് ആ ഉമ്മ അവിടെ നിൽക്കുന്നത്. കാരണം ഇതിൽ പല സത്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. അവർക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് അഫാൻ ഇത്തരത്തിലൊരു പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരു പ്രകോപനം ഉണ്ടായി ഇത്തരത്തിൽ ക്രൂരമായിട്ടൊരു കൊലപാതകം ചെയ്തെന്ന് ഇപ്പോഴും അവർക്ക് സ്വന്തമായിട്ട് പോലും ചോദിച്ചിട്ട് ഒരു ഉത്തരം അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം ഈ സംഭവം നടക്കുന്ന ദിവസം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ചായ കുടിച്ചത്. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ ഓർമ്മ നഷ്ടപ്പെട്ടത്. ഈ ഓർമ്മ നഷ്ടപ്പെടുന്നതിനിടയ്ക്കാണ് വന്ന് കഴുത്തില് ഷോള് മുറുക്കുന്നു. പിന്നീട് കുറച്ചു കഴിയുമ്പോൾ ഉമ്മ മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഫാൻ കഴുത്തിൽ കുരുക്കൊക്കെ മുറുക്കി. ഈ ചായയിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉമ്മ പറയുന്നുണ്ട് അല്ലെ? അതായത് ചായ കുടിച്ചതിന് ശേഷം എനിക്കും ഒന്നും ഓർമ്മയില്ല, അപ്പൊ എന്തെങ്കിലും അതിൽ അവൻ കലർത്തിയിരുന്നു, പക്ഷെ മറ്റ് വിവരങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്കറിയാം ഈ സംഭവമൊക്കെ ആദ്യം പുറത്തു വന്നപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ട് നടന്ന കൊലപാതകമായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് മദ്യപിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അഫാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഉമ്മ പറയുന്നത് മകൻ അങ്ങനെ ഒരു മദ്യപാനിയൊന്നും അല്ല, ഈ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ഇടയ്ക്കെങ്ങാനും മദ്യപിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു മദ്യപാനിയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ രാസപരിശോധനാ ഫലം വന്നപ്പോൾ തന്നെ നമുക്കറിയാം എലിവിഷത്തിന്റെ അളവൊക്കെ കുറവായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ മദ്യത്തിന്റെ അംശമൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ബഹളം വെച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഉമ്മ പറയുന്നുണ്ട്. വീട് ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി എന്തൊക്കെയോ ഒപ്പിട്ട് വാങ്ങി. അത് ആ ഒരു സംഭവം ശരിയാണെന്ന രീതിയിലാണ് ഉമ്മ പറയുന്നത്. മാത്രമല്ല ഫർസാനെ കുറിച്ച് പറയുന്നത്, ഫർസാനെ അഫാനും തമ്മിലുള്ള സൗഹൃദം വീട്ടിൽ അറിയാമായിരുന്നു, അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. ഫർസാനെ കണ്ടിട്ടില്ല എന്നാണ് ഉമ്മ പറയുന്നത്. ഇതുവരെയും താൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പേരുമലയിൽ ആക്രമണം നടന്ന തന്റെ വീട്ടിലേക്ക് ഇനി പോകില്ല എന്നും ഷെമീന പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം രണ്ട് മക്കളെ നഷ്ടപ്പെട്ടത് അവിടെയാണെന്ന് റഹീമും ഷെമിയും പറയുന്നുണ്ട്. കാരണം ഇനി ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ ഓർമ്മകൾ തന്നെയായിരിക്കും. രണ്ട് മക്കളും ആ ഉമ്മയ്ക്ക് നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഇനി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം ആ ഉമ്മയ്ക്ക് ഇപ്പോഴും എഴുന്നേറ്റ് ഇരിക്കാൻ ആരുടെയും സപ്പോർട്ട് കൂടി എഴുന്നേറ്റ് ഇരിക്കാമെന്നുള്ളതല്ലാതെ എഴുന്നേറ്റ് നടക്കാനൊന്നും ആ ഉമ്മയ്ക്ക് ഇപ്പോഴും ആവില്ല. കാരണം ശരീരമൊക്കെ വിറയ്ക്കുന്ന അവസ്ഥ തന്നെയാണ്. ഇപ്പോഴും ആ തലയ്ക്കേറ്റ പ്രഹരത്തിന്റെ ആഘാതം ഇതുവരെയും മാറിയിട്ടൊന്നുമില്ല. അതൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പലതരത്തിലും ആ ഉമ്മയെ പലരും കുറ്റപ്പെടുത്തിയിരുന്നു ആ സമയത്തൊക്കെ. ഇത്തരത്തിൽ കടം കൂടിയത് ഇവരുടെ ധാരാളിത്തം കാരണമാണ്, റഹീമിന്റെ പണമൊക്കെ ഇവരൊക്കെ അടിച്ചു പൊളിച്ച് തീർത്തു എന്നൊക്കെ പറഞ്ഞ് പലരും ഈ ഉമ്മയെ കുറ്റപ്പെടുത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ആ ഉമ്മ ഇങ്ങനെയുള്ള ഒരു കാരണമൊക്കെ പുറത്തു പറയുന്നത്. എങ്ങനെയാണ് ഈ കടങ്ങളൊക്കെ വന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയേറെ കടം വർദ്ധിച്ചതെന്നൊക്കെ ആ ഉമ്മ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വെളിപ്പെടുത്താൻ തുടങ്ങിയത്. എന്തായാലും ഇതിൽ പക്ഷേ ആ ഉമ്മ ചികിത്സയുടെ കാര്യം പറയുമ്പോൾ പോലും ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. എന്തുകൊണ്ട് അഫാനും റഹീമും ഈ കാര്യം പറഞ്ഞില്ല? ചികിത്സാർത്ഥം പൈസ, ചികിത്സയുടെ ഒരു കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല. ചികിത്സയ്ക്ക് വേണ്ടി പണം എടുത്തിരുന്നു, പണം വാങ്ങിയിരുന്നു എന്ന് അഫാനും പറഞ്ഞിട്ടില്ല, റഹീമും പറഞ്ഞിട്ടില്ല. അവിടെ അപ്പൊ ആ ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അതെ, എന്തായാലും ഫെബ്രുവരി 24-നുണ്ടായ ഈ ഒരു കൂട്ടകൊലപാതകങ്ങളിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. 3 ഘട്ടമായി തന്നെയായിരിക്കും ഈ കുറ്റപത്രം സമർപ്പിക്കുക. ആദ്യം പാങ്ങോട്ടുമ്മയുടെ കേസിൽ തന്നെയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. 90 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ജാമ്യം എന്തായാലും അഫാന് എന്തായാലും ലഭിക്കും. അപ്പോൾ ഈ കൊലപാതകം നടത്തിയ വ്യക്തിയല്ലേ, അപ്പൊ ജാമ്യം കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടോ? അല്ല, സ്വാഭാവിക ജാമ്യം എന്തായാലും 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവിക ജാമ്യം എന്തായിരുന്നാലും ലഭിക്കും. അപ്പോൾ ചില രാസപരിശോധനാ ഫലങ്ങളൊക്കെ കിട്ടാനുണ്ട്. ഇതിനുശേഷം ഉടൻ തന്നെ ഈ ലഭിച്ച മൊഴികളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. ഉണ്ടായിരുന്നാലും